ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു കമ്പനിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ കമ്പനിയുടെ പേര് യൂണിനോർ എന്നാണ്. ഇന്ത്യക്കാരായ നമ്മളെല്ലാവരും ഈ പേര് കേട്ടിട്ടുണ്ടാകും. വളരെ കുറഞ്ഞ ചിലവിൽ മൊബൈൽ സേവനങ്ങൾ നൽകി അവർ വലിയ ജനപ്രീതി നേടി. ഒരുപാട് നേട്ടങ്ങളും വലിയ പ്രതിസന്ധികളും നിറഞ്ഞതാണ് ഇവരുടെ യാത്ര. ഈ കഥ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു പാഠമാണ്. ആദ്യം നമുക്ക് ഈ കമ്പനിയുടെ പിന്നിലുള്ള പ്രധാന ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. നോർവേ എന്ന രാജ്യത്തെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായ ടെലിനോർ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ടെലിനോർ കമ്പനിക്ക് വളരെ വലിയൊരു ചരിത്രമുണ്ട്. 1855 അവർ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് അവർ ടെലിഗ്രാഫ് സേവനങ്ങളാണ് നൽകിയിരുന്നത്. അതായത് 160 വർഷത്തിലധികം വലിയ പാരമ്പര്യം അവർക്കുണ്ട്. ലോകത്ത് 13ലധികം രാജ്യങ്ങളിൽ അവർക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനികളിൽ ഒന്നാണ് ടെലിനോർ. ഇന്ത്യൻ വിപണിയിലേക്ക് കടന്നു വരാൻ അവർ വലിയ താല്പര്യം കാണിച്ചു. 2008 ഇന്ത്യയിലെ ടെലികോം വിപണി വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. 120 കോടി ജനങ്ങളുള്ള ഇന്ത്യ അവർക്ക് വലിയൊരു അവസരമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിലെ പ്രശസ്തമായ യൂണിടെക് ഗ്രൂപ്പിന് വലിയൊരു നേട്ടം ലഭിച്ചു. അവർക്ക് ഇന്ത്യയിലെ 22 ടെലികോം സർക്കിളുകളിലും മൊബൈൽ സേവനം നൽകാനുള്ള ലൈസൻസ് ലഭിച്ചു. യൂണിടെക് വയർലെസ് എന്നായിരുന്നു അവരുടെ കമ്പനിയുടെ പേര്. ഈ അവസരം ഉപയോഗിക്കാൻ ടെലിനോർ തീരുമാനിച്ചു. 2009 യൂണിടെക് ഗ്രൂപ്പും ടെലിനോർ കമ്പനിയും തമ്മിൽ വലിയൊരു കരാർ ഒപ്പിട്ടു. ടെലിനോർ കമ്പനി ഇന്ത്യയിൽ വലിയൊരു നിക്ഷേപം നടത്തി. 61.35 ബില്യൺ രൂപയിലധികം അവർ യൂണിടെക് വയർലെസ്സിൽ നിക്ഷേപിച്ചു. അതൊരു വളരെ വലിയ തുകയായിരുന്നു. ഇതോടെ കമ്പനിയുടെ 67.25% ഓഹരികൾ ടെലിനോർ സ്വന്തമാക്കി. ബാക്കി 32.75% ഓഹരികൾ യൂണിടെക് ഗ്രൂപ്പിന്റെ കൈകളിൽ തന്നെ നിന്നു. അതിനുശേഷം അവർ കമ്പനിയുടെ പേര് യൂണിനോർ എന്ന് മാറ്റി. ഇന്ത്യയിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് അവർ പുതിയ പ്ലാനുകൾ തയ്യാറാക്കിയത്. വളരെ വേഗത്തിലാണ് അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വെറും ഒരു വർഷം കൊണ്ട് അവർ 1800-ലധികം ജീവനക്കാരെ ജോലിക്കെടുത്തു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി 11 പുതിയ ഓഫീസുകൾ അവർ തുറന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. വലിയൊരു വിതരണ ശൃംഖല അവർ ഇന്ത്യയിൽ ഉണ്ടാക്കി. 2,10,000 കടകളിൽ തങ്ങളുടെ സിം കാർഡുകൾ അവർ എത്തിച്ചു. ഇതിനായി 1000 പ്രധാന വിതരണക്കാരെ അവർ കണ്ടെത്തി. വിപണിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർ വലിയ തയ്യാറെടുപ്പുകൾ നടത്തി. 2009 ഡിസംബർ 3 യൂണിനോർ ഇന്ത്യയിൽ ഔദ്യോഗികമായി സേവനങ്ങൾ ആരംഭിച്ചു. ടെലികോം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തുടക്കമായിരുന്നു അത്. ഒരേ ദിവസം ഇന്ത്യയിലെ 7 വലിയ സർക്കിളുകളിൽ അവർ സേവനം തുടങ്ങി. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് ഈസ്റ്റ്, ഉത്തർപ്രദേശ് വെസ്റ്റ്, ബീഹാർ എന്നീ സ്ഥലങ്ങളിലാണ് അവർ എത്തിയത്. 60 കോടി ജനങ്ങളിലേക്കാണ് ഒരേ ദിവസം അവർ തങ്ങളുടെ സേവനങ്ങൾ എത്തിച്ചത്. ഇത് മറ്റാർക്കും സാധിക്കാത്ത വലിയൊരു നേട്ടമായിരുന്നു. ഇന്ത്യയിലെ യുവാക്കളെ അവർ വലിയ തോതിൽ ആകർഷിച്ചു. യൂണിനോർ വിപണിയിൽ പുതിയൊരു തന്ത്രം കൊണ്ടുവന്നു. ഡൈനാമിക് പ്രൈസിംഗ് എന്ന പുതിയൊരു ആശയമാണ് അവർ അവതരിപ്പിച്ചത്. മൊബൈൽ ടവറുകളിലെ തിരക്കനുസരിച്ച് കോൾ നിരക്കുകളിൽ അവർ വലിയ ഇളവുകൾ നൽകി. 5% മുതൽ 60% വരെ ഉപഭോക്താക്കൾക്ക് ഇളവുകൾ ലഭിച്ചു. ബദൽസ പ്ലാൻ എന്നായിരുന്നു ഈ പുതിയ പദ്ധതിയുടെ പേര്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കമ്പനി അവതരിപ്പിച്ചത്. ഈ പ്ലാൻ ആളുകൾക്ക് വളരെ വലിയ ഉപകാരമായി മാറി. ഇത് കാരണം ലക്ഷക്കണക്കിന് ആളുകൾ യൂണിനോർ സിം കാർഡുകൾ വാങ്ങി. വളരെ വേഗത്തിലാണ് യൂണിനോർ ഇന്ത്യയിൽ വളർന്നത്. തുടക്കം കുറിച്ച് വെറും 2 വർഷം കൊണ്ട് അവർക്ക് 4.5 കോടിയിലധികം ഉപഭോക്താക്കളെ ലഭിച്ചു. ഇന്ത്യയിലെ 8% വിപണി സ്വന്തമാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. 2010 ജൂൺ മാസത്തിൽ അവർ 5 പുതിയ സർക്കിളുകളിലേക്ക് കൂടി തങ്ങളുടെ സേവനം വ്യാപിപ്പിച്ചു. മുംബൈ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ എന്നീ വലിയ സ്ഥലങ്ങളിൽ അവർ പുതിയതായി എത്തി. ഇതോടെ അവരുടെ കവറേജ് 13 സർക്കിളുകളായി വർദ്ധിച്ചു. 3 ലക്ഷത്തോളം കടകളിൽ യൂണിനോർ കണക്ഷനുകൾ ലഭ്യമാക്കി. കമ്പനി വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. കൂടുതൽ സ്വന്തം കടകളും അവർ ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് നേരിട്ട് സേവനങ്ങൾ നൽകാൻ 50-ലധികം പുതിയ കടകൾ അവർ തുറന്നു. മറ്റ് കമ്പനികളെക്കാൾ വേഗത്തിൽ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. പുതിയ കമ്പനികളിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞു. മറ്റ് പുതിയ കമ്പനികൾക്ക് ലഭിച്ചതിനേക്കാൾ ഇരട്ടി ഉപഭോക്താക്കളെ അവർ സ്വന്തമാക്കി. നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ അവർ കുറഞ്ഞ വിലയ്ക്ക് നൽകി. അതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറി. എന്നാൽ ഈ വലിയ വിജയത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 2012 ഫെബ്രുവരി 2 അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുട്ടടി ലഭിച്ചു. ഇന്ത്യയിലെ 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു വലിയ വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ 22 മൊബൈൽ കമ്പനികളുടെ 122 ലൈസൻസുകൾ കോടതി ഒറ്റയടിക്ക് റദ്ദാക്കി. ഇതിൽ യൂണിനോർ കമ്പനിയുടെ 22 ലൈസൻസുകളും ഉൾപ്പെട്ടിരുന്നു. അതോടെ കമ്പനിയുടെ ഭാവി വലിയ ചോദ്യചിഹ്നമായി മാറി. കോടിക്കണക്കിന് രൂപയുടെ വലിയ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത്. ലൈസൻസ് റദ്ദാക്കിയതോടെ പല സ്ഥലങ്ങളിലും അവർക്ക് സേവനം നിർത്തേണ്ടി വന്നു. 2012 ജൂലൈ മാസത്തിൽ 4 സർക്കിളുകളിൽ അവർ സേവനം അവസാനിപ്പിച്ചു. കേരളം, കർണാടക, ഒറീസ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പിന്മാറി.
കോടതി നിർദ്ദേശമനുസരിച്ച് കൊൽക്കത്ത, മുംബൈ, പശ്ചിമ ബംഗാൾ എന്നീ സ്ഥലങ്ങളിലും അവർക്ക് സേവനം നിർത്തേണ്ടി വന്നു. മുംബൈയിൽ മാത്രം അന്ന് അവർക്ക് 18 ലക്ഷം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് സേവനം നിർത്തിയത് കാരണം ഈ ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കമ്പനിക്കും ജീവനക്കാർക്കും ഇതൊരു വലിയ തിരിച്ചടിയായി. എങ്കിലും ടെലിനോർ ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. യൂണിടെക് ഗ്രൂപ്പുമായുള്ള ബന്ധം അവർ പൂർണ്ണമായും അവസാനിപ്പിച്ചു. പിന്നീട് ടെലിവിങ്സ് എന്ന പേരിൽ പുതിയൊരു കമ്പനി അവർ ഇന്ത്യയിൽ രൂപീകരിച്ചു. അതിനുശേഷം 2012 നവംബറിൽ നടന്ന പുതിയ ലേലത്തിൽ അവർ വീണ്ടും പങ്കെടുത്തു. തങ്ങളുടെ ഉപഭോക്താക്കളെ എങ്ങനെയെങ്കിലും നിലനിർത്താൻ അവർ പരമാവധി ശ്രമിച്ചു. വളരെ ധൈര്യത്തോടെ അവർ പുതിയ പ്രതിസന്ധികളെ നേരിട്ടു. പുതിയ ലേലത്തിൽ 6 സർക്കിളുകളിൽ അവർ വീണ്ടും ലൈസൻസ് സ്വന്തമാക്കി. ഉത്തർപ്രദേശ് ഈസ്റ്റ്, ഉത്തർപ്രദേശ് വെസ്റ്റ്, ബീഹാർ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ വലിയ സ്ഥലങ്ങളിലാണ് അവർ പുതിയതായി ലൈസൻസ് നേടിയത്. വലിയൊരു തുക മുടക്കിയാണ് അവർ ഈ ലൈസൻസുകൾ തിരികെ വാങ്ങിയത്. ഇതിനുശേഷം 2014 പുതിയ കമ്പനിയുടെ 100% ഓഹരികളും ടെലിനോർ സ്വന്തമാക്കി. അതോടെ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണം ടെലിനോർ ഗ്രൂപ്പിന്റെ കൈകളിൽ ഭദ്രമായി എത്തി. 2015 സെപ്റ്റംബർ 23 അവർ വിപണിയിൽ വലിയൊരു മാറ്റം പ്രഖ്യാപിച്ചു. യൂണിനോർ എന്ന പഴയ പേര് മാറ്റി ടെലിനോർ ഇന്ത്യ എന്ന പുതിയ പേർ അവർ സ്വീകരിച്ചു. ഈ പേര് മാറ്റുന്നതിന് വേണ്ടി മാത്രം 100 കോടി രൂപയാണ് കമ്പനി ചിലവാക്കിയത്. ഇന്ത്യയിലെ ഉപഭോക്താക്കളോടുള്ള തങ്ങളുടെ വലിയ സ്നേഹം കാണിക്കാനാണ് ഈ മാറ്റമെന്ന് അവർ വ്യക്തമാക്കി. ആ സമയത്ത് കമ്പനിക്ക് 4.75 കോടി ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു. രാജ്യത്തുടനീളം 24,000 മൊബൈൽ ടവറുകളും അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. കമ്പനി വീണ്ടും പഴയ കരുത്തിലേക്ക് തിരികെ വരികയായിരുന്നു. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ജനങ്ങളിൽ എത്തിക്കാൻ അവർ വീണ്ടും ശ്രമങ്ങൾ തുടങ്ങി. വേഗതയേറിയ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാനായി തങ്ങളുടെ നെറ്റ്വർക്ക് അവർ പരിഷ്കരിച്ചു. 5000-ഓളം വലിയ ടവറുകൾ അവർ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റി സ്ഥാപിച്ചു. ടെലിനോർ ഗ്രൂപ്പിന്റെ ഏഷ്യയിലെ വലിയ വരുമാനത്തിന്റെ 12% ഇന്ത്യയിൽ നിന്നായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. വളരെ കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനം നൽകി അവർ വീണ്ടും ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി. എങ്കിലും ഇന്ത്യൻ ടെലികോം വിപണിയിൽ എക്കാലവും പിടിച്ചു നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. പിന്നീട് ഇന്ത്യൻ വിപണിയിൽ വലിയ മത്സരമാണ് നടന്നത്. പുതിയ കമ്പനികൾ വലിയ ഓഫറുകളുമായി വിപണിയിൽ സജീവമായി എത്തി. 4G സേവനങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി. ഇന്റർനെറ്റ് ഡാറ്റ വളരെ കുറഞ്ഞ നിരക്കിൽ നൽകാൻ വലിയ കമ്പനികൾ തമ്മിൽ മത്സരിച്ചു. ഈ ഭീമമായ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ടെലിനോർ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കൂടുതൽ സ്പെക്ട്രം വാങ്ങാനും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാനും അവർക്ക് വലിയ തുക വേണ്ടിയിരുന്നു. ഇത് കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. ലാഭത്തെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ അവർ നേരിടാൻ തുടങ്ങി. തുടർന്ന് വലിയൊരു തീരുമാനമെടുക്കാൻ ടെലിനോർ നിർബന്ധിതരായി. ഇന്ത്യയിലെ തങ്ങളുടെ ബിസിനസ് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. 2017 ഫെബ്രുവരി 23 അവർ ഈ വലിയ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ടെലിനോർ ഇന്ത്യയെ ഭാരതി എയർടെൽ എന്ന വലിയ കമ്പനിക്ക് വിൽക്കാൻ അവർ തീരുമാനിച്ചു. ഇന്ത്യയിലെ ടെലികോം മേഖലയിലെ ഏറ്റവും വലിയൊരു ലയനമായിരുന്നു ഇത്. എയർടെൽ ടെലിനോറിന്റെ എല്ലാ ആസ്തികളും ഏറ്റെടുക്കാൻ തയ്യാറായി. ടെലിനോറിന്റെ 4.37 കോടി ഉപഭോക്താക്കളും ലൈസൻസുകളും സ്പെക്ട്രവും എയർടെലിന്റെ സ്വന്തമായി മാറി. ഈ വലിയ ലയനം എയർടെലിന് വലിയ ഗുണങ്ങൾ ചെയ്തു. ടെലിനോറിന്റെ കോടിക്കണക്കിന് ഉപഭോക്താക്കൾ എയർടെലിന്റെ വലിയ കുടുംബത്തിന്റെ ഭാഗമായി. 7 വലിയ സർക്കിളുകളിലെ ടെലിനോറിന്റെ വിലപ്പെട്ട സ്പെക്ട്രം എയർടെലിന് ലഭിച്ചു. ഇതോടെ ടെലിനോർ ഇന്ത്യ എന്ന കമ്പനിയുടെ പേര് ഇന്ത്യൻ വിപണിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായി. വളരെ മികച്ച രീതിയിൽ ഇന്ത്യയിൽ തുടങ്ങി പിന്നീട് ഒരുപാട് വലിയ പ്രതിസന്ധികൾ നേരിട്ട് ഒടുവിൽ മറ്റൊരു വലിയ കമ്പനിയിൽ ലയിച്ച അത്ഭുത ചരിത്രമാണ് യൂണിനോറിനുള്ളത്. യൂണിനോറിന്റെ ഈ വലിയ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ബിസിനസ്സിൽ ഒരു നല്ല ആശയം മാത്രം പോരാ എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിപണിയിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വേഗത്തിൽ ഉൾക്കൊള്ളാൻ ഒരു കമ്പനിക്ക് കഴിയണം. നിയമപരമായ പ്രശ്നങ്ങൾ ഒരു കമ്പനിയെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് 2G കേസ് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. കോടിക്കണക്കിന് രൂപയുടെ വലിയ നിക്ഷേപം വെറും നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അവിടെ നമ്മൾ കണ്ടത്. എങ്കിലും വിപണിയിൽ പിടിച്ചു നിൽക്കാൻ അവർ നടത്തിയ വലിയ ശ്രമങ്ങൾ വളരെ മികച്ചതായിരുന്നു. പ്രതിസന്ധികളിൽ തളരാതെ പോരാടാൻ അവർ ശ്രമിച്ചു. കൂടാതെ വിപണിയിലെ വലിയ മത്സരം എങ്ങനെ നേരിടണം എന്നതും എല്ലാവർക്കും വലിയൊരു പാഠമാണ്. ഇന്ത്യയെപ്പോലെ ഇത്രയും വലിയൊരു വിപണിയിൽ ദീർഘകാലം നിലനിൽക്കാൻ വലിയ സാമ്പത്തിക ഭദ്രത ആവശ്യമാണ്. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സേവനം നൽകിയത് യൂണിനോറിന്റെ വലിയ വിജയമായിരുന്നു. സാധാരണ ജനങ്ങൾ എപ്പോഴും വിലക്കുറവ് ആഗ്രഹിക്കുന്നു എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഡൈനാമിക് പ്രൈസിംഗ് പോലെയുള്ള അവരുടെ പുതിയ തന്ത്രങ്ങൾ മറ്റ് കമ്പനികൾക്കും വലിയൊരു മാതൃകയായിരുന്നു. അതുവഴി പുതിയ സാങ്കേതിക വിദ്യ സാധാരണക്കാരിൽ എത്താൻ സഹായിച്ചു. ഇന്ന് യൂണിനോർ എന്ന പേര് വിപണിയിൽ ഇല്ലെങ്കിലും ആ വലിയ കമ്പനി ഉണ്ടാക്കിയ മികച്ച മാറ്റങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർ വലിയ അവസരമാണ് നൽകിയത്. ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും കമ്പനിക്ക് കഴിഞ്ഞു. വിദേശത്ത് നിന്നുള്ള വലിയ നിക്ഷേപം ഇന്ത്യയിൽ എത്തുമ്പോൾ അത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണം കൂടിയാണിത്.
അവരുടെ വരവോടെയാണ് ഇന്ത്യയിലെ കോൾ നിരക്കുകൾ വലിയ തോതിൽ കുറയാൻ തുടങ്ങിയത് എന്ന് നാം ഓർക്കണം. ഇന്ന് നാം ഉപയോഗിക്കുന്ന വില കുറഞ്ഞ മൊബൈൽ സേവനങ്ങൾക്ക് പിന്നിൽ യൂണിനോർ പോലെയുള്ള കമ്പനികൾ നൽകിയ വലിയ സംഭാവനകൾ എപ്പോഴുമുണ്ട്. വിപണിയിൽ വലിയ മത്സരങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് സാധാരണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്നത് എന്ന് ഈ നീണ്ട ചരിത്രം വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ടെലികോം ചരിത്രത്തിൽ യൂണിനോർ എന്ന പേര് എപ്പോഴും ഓർമ്മിക്കപ്പെടും. വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും വലിയ പ്രതിസന്ധികളിൽ തളരാതെ ധൈര്യത്തോടെ പോരാടാനും അവർ കാണിച്ച ആർജവം ഏവർക്കും ഒരു പാഠമാണ്.